അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലിസാൻ വിഷയത്തിൽ പൊതുപരീക്ഷയിലൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാത്തവർക്ക് നമുക്കൊരു കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വെച്ച് മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം ഇതാണ്: നുമയ്യിസുൽ മാദി വൽ മുളാരിഅ മിൻ അഫ്ആലിൽ ആത്തിയത്തി. താഴെ കൊടുത്ത ഫിഅലുകളിൽ നിന്ന് മുളാരിയായ ഫിഅലും മാദിയായ ഫിഅലും വേർതിരിക്കുക. താഴത്തെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പരീക്ഷയിൽ അധികം ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ പെട്ടതാണ് കേട്ടോ. ഇവിടെ അബദ എന്ന് കൊടുത്തിട്ടുണ്ട്. ഖറഅ, യുസല്ലിമു, ത്വലഅ, ജാഅ, യർഹമു, യഖ്ളി. ഇതിൽ നിന്ന് എങ്ങനെ മാളി മുളാരും വേർതിരിക്കുക? സിമ്പിൾ പ്രവർത്തനമാണ്, ഒന്നുമില്ല. തുടക്കത്തിൽ യാ വരുന്നത് ഏതൊക്കെയോ അതൊക്കെ മുളാരിയാണ്. അടുത്ത് എഴുതി കഴിഞ്ഞാൽ മുളാരി കഴിഞ്ഞു. അപ്പോൾ അബദ എന്നുള്ളത് മാളിയായിരിക്കും, ഖറഅ എന്നുള്ളത് മാളിയായിരിക്കും, ത്വലഅ എന്നുള്ളത് മാളിയായിരിക്കും, ജാ എന്നുള്ളതും മാളിയായിരിക്കും. ബാക്കിയുള്ള യുസല്ലിമു, യർഹമു, യഖ്ളി ഇതൊക്കെ മുളാരിയാണ്. ഇങ്ങനെ തീരെ അറിയാത്ത കുട്ടികൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? പെട്ടെന്ന് എഴുതിയെടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനുള്ളതാണ്. കമ്മിൽ. ഒന്ന് വജബ ശുക്രു അലൈന. പിന്നെ ഇപ്പുറത്തുള്ളത് കൊടുത്തിട്ടില്ല. എന്താണ്? മാ ദാഅ ലില്ലാഹി ദാഇൻ. 2 ജിഇത ശറഫ്തൽ മദീന. ഇതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് മർഹബൻ യാ ഖൈറ ദാഇൻ. പിന്നെ ത്വലഅൽ ബദറു അലൈന. അതിൻ്റെ നേരെ ഇപ്പുറത്തുള്ള വരി മിൻ സനിയാത്തിൽ വദാഇ. അടുത്തത് വരി തന്നിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള വരി തന്നിട്ടുണ്ട്. ജിഇത ബിൽ അംരിൽ മുതാഇ. അതിൻ്റെ അയ്യുഹൽ മബ്ഊസ് ഫീന എന്നുള്ളതാണ് വരി. അവസാനത്തത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഡാഷ് വൽ ഖബാഇസി. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. റൈറ്റിലേക്ക് കിടക്കുമ്പോൾ ഇടതുകാൽ മുന്തിച്ചുകൊണ്ട് ചെല്ലുന്ന ദിക്റാണ്. അതൊക്കെ പരീക്ഷയിൽ വരും. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബു. നമുക്ക് അറബിയാക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള അറബി മലയാളത്തിലത് അറബിയാക്കി കൊടുക്കുക വരി. ഒന്നാമത്തത് സലാം യൂണിഫോം ധരിക്കും. നമ്മൾ പാഠബുക്കിൽ നൗഫലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പേര് മാറ്റിയെന്ന് മാത്രം. സലാം യൂണിഫോം ധരിക്കും. എങ്ങനെ പറയും? യൽബസു സലാമുൻ ബിദിലത്തൻ റസ്മിയത്തൻ. സലാം യൂണിഫോം ധരിക്കും. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. എങ്ങനെ പറയും? ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. അവസാനത്തത് ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഇതൊക്കെ അധികം അർദ്ധവാർഷിക പരീക്ഷയിലാണ് ഈ വരി വരുന്നത് കേട്ടോ. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. കുഴിച്ചു എന്നതിന് ഹഫറ എന്ന് പറയാം. ആദ്യം പ്രവർത്തിയാണ് എഴുതേണ്ടത്, പിന്നെയാണ് പ്രവർത്തകൻ. ഹഫറ ജിബ്രീലു അലൈഹിസ്സലാം ബിഇറ സംസമ. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഇനി അടുത്ത പ്രവർത്തനം നുതർജിം. ഇനി തർജിം ചെയ്യാനാണ്. ഇനി അറബി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും മലയാളത്തിൽ വെറും മലയാളത്തിൽ എഴുതരുത്. അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. എഴുതാൻ വൃത്തിയിൽ എഴുതാം. ഇത് ആവർത്തിച്ച് വായിക്കുകയും ചെയ്യണം. കാരണം തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം. 1 ഇഷ്തറ അബി മിന്ദീലൻ. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നർത്ഥം. ഇഷ്തറ അബി മിന്ദീലൻ. എൻ്റെ പിതാവ് ടവൽ വാങ്ങി. 2 ദഹബന ലിഖാഇ നാളിറൽ മദ്രസത്തി. ദഹബന ഞങ്ങൾ പോയി, ലിഖാഇ നാളിറൽ മദ്രസത്തി പ്രധാന അധ്യാപകനെ കാണാൻ വേണ്ടി.
പ്രിൻസിപ്പാൾ എന്ന് പറയും. ഇനി 3 ഫാത്തിമത്തു തൽഅബു ബിദ്ദുവാമത്തി. ഫാത്തിമത്തു തൽഅബു ബിദ്ദുവാമത്തി. ഫാത്തിമ പമ്പരം കൊണ്ട് കളിക്കുന്നു. അടുത്തത് ദഹബ ഹബീബുൻ ഇലൽ മദ്രസത്തി. ദഹബ എന്ന പോയി, ഹബീബുൻ ഹബീബ് പോയി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്, ഹബീബ് മദ്രസയിലേക്ക് പോയി. അവസാനത്തത് അസ്സാരിആനി ദഹബ ഇലൽ മസ്റഅത്തി. എങ്ങനെയാണ് പറയാ? അസ്സാരിആനി എന്ന 2 കർഷകർ, ദഹബ അവർ 2 പേരും പോയി, ഇലൽ മസ്റഅത്തി കൃഷിയിടത്തിലേക്ക്. അടുത്ത പ്രവർത്തനം ഇവിടെ വരയിട്ടിട്ടുള്ള ഈ കാണുന്ന വാക്കുകൾ ഇത് സന്നി മുസന്നയാക്കാനാണ്. ഉദാഹരണത്തിന് ജാ സർഫാക്കുമ്പോൾ ജാ എന്നേക്കണം. ആ രണ്ടാമത്തേതാണ് മുസന്ന. അതുപോലെ അബദ ആരാധിച്ചു, അതിൻ്റെ മുസന്ന അബദ നീട്ടിക്കൊടുത്താൽ മതി. മാളിയുടെ മുസന്നയാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, നീട്ടിക്കൊടുക്കുക. കണ്ടോ? ഗസലയാണെങ്കിൽ ഗസല. അതുപോലെ യൻസുറു എന്നാണെങ്കിൽ അവിടെ അലിഫ് നൂനും കൊടുക്കുക, യൻസുറാനി. യശ്രിബു കുടിക്കുന്നു, അപ്പം എങ്ങനെ വരും? യശ്റബാനി, അലിഫ് നൂനും കൊടുത്താൽ മതി അവസാനം. യഫ് അലു മുലാരി ആണെങ്കിൽ അലിഫ് നൂനും കൊടുക്കുക, യഫ് അലാനി. ഇനി യക്തുബു എഴുതുന്നു, യക്തുബാനി. യൽഅബു യൽഅബാനി. ഖാല മാലിയാണ്, അപ്പോൾ ഒരു അലിഫ് മാത്രം കൊടുക്കുക, ഖാല. ഇനി മാത്ത, അപ്പം എങ്ങനെ പറയും? മാത്ത. സാറ സാറ. റഫഅ റഫഅ. ഇത് തുടക്കത്തിലത് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് ഖാലത്ത്, ഇതിന് മുസന്ന എഴുതാൻ പറയും. ഖാലത്ത് ഇവിടെ എഴുതിത്തരാം. ഖാലത്ത് ഇതിൻ്റെ മുസന്ന ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഖാല സർഫാക്കുക. ഖാല ഖാല ഖാലു. ഖാലത്ത് ഖാലത്താ നീട്ടി കൊടുത്താൽ മതി. ഖാലത്താ, മനസ്സിലായില്ലേ? ഖാലത്താന്ന് നീട്ടി കൊടുത്താൽ മതി, അപ്പം മുസന്നയായി. ഇനി നിങ്ങൾക്ക് തരുന്നത് വേറൊന്നാണ്. ഉദാഹരണത്തിന് കുൽത്ത. കുൽത്ത എന്നാ പറയുന്നത്. കുൽത്ത കുൽത്ത തന്നാലോ അതിൻ്റെ മുസന്ന എങ്ങനെയായിരിക്കും? കുൽത്തുമാ. കുൽത്തുമാ. കുൽത്ത കുൽത്തുമാ കുൽത്തും. ഇല്ല കുൽത്തുമാ, അതാണ് മുസന്ന. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ മാന, അർത്ഥം എഴുതാം. 1 മസ്ന ഫാക്ടറി. അതുപോലെ 2 തൽബീനത്ത്. തൽബീനത്ത് എന്ന് പറഞ്ഞാൽ പായസം. അതുപോലെ ബിദ്ലത്തുൻ റസ്മിയത്തൻ, അത് യൂണിഫോം എന്ന് പറയും. നമ്മൾ പറഞ്ഞില്ലേ, എൽബസു നൗഫലൻ ബിദ്ലത്തൻ റസ്മിയത്തൻ. അതിൽ ബിദ്ലത്തൻ റസ്മിയത്തൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം എന്നാണ് അർത്ഥം. ബാഹത്തുൻ. ബാഹത്തുൻ എന്ന് പറഞ്ഞാൽ മുറ്റം. അടുത്തത് ജരീദത്തുൻ, പത്രം. ഇവിടെ പത്രത്തിന് 2 തരത്തിൽ പറയും. ദിനപത്രം, അതിന് ജരീദത്തൽ യൗമിയ എന്നാണ് പറയുക. ചോദിച്ചാൽ എഴുതി കൊടുക്കുക. ബിദ്ലത്തൻ റസ്മിയത്ത് ജരീദത്തൻ യൗമിയത്ത്. ജരീദത്ത് എന്ന് പറഞ്ഞാൽ വെറും പത്രം. ഇനി സരിഫ് സറഫാക്കാനാണ്. നസറ, അതിൻ്റെ സറഫാക്ക. നസറ നസറ നസറു. നസറത്ത് നസറത നസർന. നസർത്ത നസർത്തുമാ നസർത്തും. നസർത്തി നസർത്തുമാ നസർത്തുന്ന. നസർത്തു നസർന. ഇനി ജാഅ. ജാഅ ജാഅ ജാഉ. ജാഅത്ത് ജാഅത്ത ജിഅ്ന.
ജിഇത്ത ജിഇതുമാ ജിഇതും, ജിഇത്തി ജിഇതുമാ ജിഇതുന്ന, ജിഇതു ജിഇന. ഇനി യഫ്അലു, യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു. ഇനി കുറച്ച് വ്യത്യസ്തമായ ചോദ്യമാണ് കേട്ടോ. 8ാമത്തെ പ്രവർത്തനം. ഉക്തുബൽ അൽഫാല, അൽഫാല് എഴുതാൻ ഇവിടെ ഒറ്റ ഫിഅലേ കൊടുത്തിട്ടുള്ളൂ, നഫ്അലു. സാധാരണ നമ്മൾ പാഠബുക്കിലൊക്കെ നഫ്അലു, നഖ്ദുമു, നദ്റുസു എന്ന് കൊടുത്തിട്ട് കുല്ലുഹ അഫ്അൽ എന്നൊക്കെ കൊടുത്തിരുന്നത്. ഇവിടെ ഒറ്റ വാക്യേ തരുന്നുള്ളൂ, നഫ്അലു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. ഇവിടെ ആകുമ്പോൾ ഹുവ ഫിഅലുൻ, ഹുവ ഫിഅലുൻ, പിന്നെ മാദിയാണെങ്കിൽ മാദി, മാദിയത്തുൻ, മാദിയത്തുൻ എന്തിനുള്ള? ലിൽ മുസന്നൽ, ലിൽ മുസന്ന വൽ ജംഇൽ മുത്തക്കല്ലിം, ജംഇൽ മുത്തക്കല്ലിം. മുത്തക്കല്ലിം നിങ്ങൾക്ക് അറിയില്ലേ? മുത്തക്കല്ലിം. ഞാനത് സ്ക്രീൻ ആയതുകൊണ്ട് നേരം പോലെ എഴുതാൻ കഴിയാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ എഴുതേണ്ടി വരിക. ചുരുക്കി എഴുതിയാലും മതി കേട്ടോ. മാലിയത്തുൻ ഇങ്ങനെ എഴുതിയാലും മതി. മാലിയത്തുൻ ലിൽ മുസന്ന വൽ ജംഉ മുത്തക്കല്ലിം. ഇങ്ങനെ എഴുതിയാലും പ്രശ്നമല്ല. ഞാൻ കുറച്ച് വിശദീകരിച്ച് എഴുതിയെന്ന് മാത്രം. ഇനി അടുത്തത് ഖറഅ്തും. ഇവിടെ കണ്ടില്ലേ ഖറഅ്തും? ഖറഅ്തും എന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ജംആണ് മനസ്സിലായി, കതബത്തും പോലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഹുവ ഫിഅലുൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതവിടെ എഴുതിയേക്കാം, നല്ലത്. ഹുവ ഫിഅലുൻ. ഇനി എന്തിനുള്ളതാണ്? ഹുവ ഫിഅലുൻ മാദി ആണെങ്കിൽ മാദി, മാദിയത്തുൻ ലിൽ ജംഅ അല്ലേ, ജംഇൽ മുദക്കറാണ്. ഇനി ഗായിബ് ആണെങ്കിൽ ഗായിബ് നെയ്താ, പക്ഷെ ഇവിടെ ഹാദറാണ്, മുദക്കറിൽ ഹാദിരി. ഇത്ര എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഇനിയാണെങ്കിലോ തക്തുബ്ന, തക്തുബ്ന എന്ന് വരുന്നതെങ്കിൽ ഹുവ ഫിഅലുൻ എന്ന് എഴുതുക. ഇത്ര മാത്രം. ഹുവ ഫിഅലുൻ എന്നിട്ട് ബാക്കി എഴുതുക. ഹുവ ഫിഅലുൻ മാദിയാണോ? മാദിയല്ല, മുലാരിയാണ്. അപ്പോൾ മുലാരിഅത്തുൻ, മുലാരിഅത്തുൻ ലിൽ ജംഇൽ, ലിൽ ജംഇൽ മുഅന്നസ് ഗായിബ്. ഗായിബ് അല്ല, സോറി, ഹാദറാണ്, ഹാദിരി. ഇങ്ങനെ എഴുതുക. ഓക്കെ. ഇനിയോ? ഇനി തദ്ഹബാനി മുസന്നയാണ്, പക്ഷേ ഒറ്റ വ്യത്യാസമുണ്ട്. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി എന്നാണ്. മുലാരി തന്നെയാണ് സംഭവം, മുലാരിയാണ്. അപ്പോൾ ഹുവ ഫിഅലുൻ മുലാരിഅത്തുൻ എന്ത് ചെയ്യണം? ലിൽ മുസന്നൽ, മുസന്നൽ മുദക്കറിൽ, മുദക്കറല്ലേ പുരുഷനാണ്. ഇനി ഗായിബാണ്, കറിൽ ഗായിബി, അൽഫ്ലാം ഇട്ടാൾട്ടാ, ഗായിബി. ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് അറിയാത്തവരെന്ത് ചെയ്യുക? നോട്ട് ബുക്കിലൊക്കെ എഴുതി എടുക്കുക, അല്ലെങ്കിൽ പാഠബുക്കിൽ തന്നെ ഉണ്ടാവും, നോക്കി എഴുതിയാലും മതി.
ഇനി അടുത്ത പ്രവർത്തനം നുജീബ് ഉത്തരം എഴുതാനാണ് കേട്ടോ. 1. മാതാ കാന ഇസ്മുൽ മദീനത്തി, മദീനയുടെ പേരെന്തായിരുന്നു? എന്താണ്? യസ്രിബ്. യസ്രിബ്. ഇനി 2. മിൻ ഐന ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ നിന്നാണ് ഹിജറ പോയത്? മിൻ മക്ക, മക്കയിൽ നിന്നാണ്. 3. മുസന്ന കതബത്ത് മാ ഹുവ, കതബത്ത് എന്നതിൻ്റെ മുസന്ന എന്താണ്? ഒന്നുമില്ല, അതിൻ്റെ നേരെ തൊട്ടടുത്ത് വരുന്ന ഏതാണോ അതന്നെ. കതബ, കതബ, കതബു, കതബത്ത്, കതബത, കതബത ട്ടോ. ഇനി അടുത്തത് ജംഉ ഫതഹ, ഫതഹ എന്നതിൻ്റെ ജംഉ. ഫതഹ, ഫതഹ, ഫതഹു, ഫതഹു എന്നാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ജംഉ വന്നു കഴിഞ്ഞാൽ ഈ അലിഫ് ഇടാൻ മറക്കരുത്, ഇടണം. ഇനി അടുത്തത് മുഫ്രദ് യഖ്റഉ, യഖ്റഇന. ഈ യഖ്റഊന എന്നതിൻ്റെ മുഫ്രദ്, ഇതിൻ്റെ മുസന്ന വരുന്നത് യഖ്റഉ എന്നാണ്. യഖ്റഉ, അയഖ്റഉ, യഖ്റആനി, യഖ്റഊന. അയഖ്റഊനയാണ് ഇവിടെ ഈ ജംഅ ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ മുസന്നയാണ് യഖ്റഉ അല്ലേ? ഇനി അടുത്ത ചോദ്യം മുസന്ന ലറബ, ലറബ എന്നതിൻ്റെ മുസന്ന. ഇതിൻ്റെ മുസന്ന എന്താ വരിക? ലറബ. നീട്ടി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ലറബ. ഇനി ജംഉ യൽഅബു, യൽഅബു എന്നതിൻ്റെ ജംഉ. യൽഅബു, യൽഅബാനി, യൽഅബൂന. യൽഅബൂന, യൽഅബൂന എന്ന വരിക. ഇനി പുറത്ത് മൻ ഹഫറ ബിഇറ സംസമ, ആരാണ് ബിഇറ സംസം, സംസം കിണർ കുഴിച്ചത്? ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം. ഇനി അവസാനത്തത് മൻ കാന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജ്റത്തി, ഹിജറയിൽ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? സിമ്പിളാണ്. ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവിടെ എഴുതി കൊടുത്താൽ മതി, അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനി വ്യത്യസ്തമായ വേറൊരു പ്രവർത്തനം സഹിഹ് അൽ ഖത്അ, തെറ്റ് ശരിയാക്കാൻ. ഇവിടെ നല്ലഫത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ജുനൈദുൻ അൽ അസ്നാന, നല്ലഫത്ത് ജുനൈദുൻ അൽ അസ്നാന. ഇത് ശരിയല്ല. എന്താ കൊടുക്കുക? നല്ലഫ എന്നേ കൊടുക്കേണ്ടതുള്ളൂ, നല്ലഫത്ത് എന്ന് കൊടുക്കാൻ പാടില്ല. നല്ലഫ അവിടെ എഴുതി കാണിച്ചു കേട്ടോ. നല്ലഫ, നല്ലഫ ഇത് വിട്ടുക, ഒരു വാക്യം മാത്രം. നല്ലഫ ജുനൈദുൻ അൽ അസ്നാന, ജുനൈദ് പല്ലുകൾ വൃത്തിയാക്കി. ഇനി അടുത്തത് അൽ ബനാത്തു യഖ്റഊ അൽ ഖുർആന, പെൺകുട്ടികൾ ഖറഊ എന്നാണല്ലേ, ഖറഊ അൽ ഖുർആന, ഖുർആൻ ഓതിയെന്ന്. പക്ഷെ ഇത് തെറ്റാണ്. ഖറഊ എന്നത് ഒരുപാട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ അതിന് ജം ആക്കി മാറ്റണം. മുഅന്നസിലെ ജം. യഖ്റഉ, യഖ്റആനി, യഖ്റഊന, തഖ്റഉ, തഖ്റആനി, യഖ്റഇന. ഇവിടെ മാളിയാണ്. ഖറഅ, ഖറഅ, ഖറഊ, ഖറഅത്, ഖറഅത, ഖറഇന. അതാ എഴുതേണ്ടത്. ഖറഇന. അപ്പോൾ ഇത് വെട്ടിയിട്ട് അൽ ബനാത്തു ഖറഇനൽ ഖുർആന, പെൺകുട്ടികൾ ഖുർആൻ ഓതി. ഇനി അടുത്തത് യക്തുബു ത്വാലിബാത്തു അദ്ദർസ, യക്തുബു ത്വാലിബാത്തു, ത്വാലിബത്തു അദ്ദർസ. ഇവിടെ ഇത് തെറ്റാണ്. യക്തുബു എന്ന് വരൂല, സ്ത്രീകളാവുമ്പോൾ തക്തുബു എന്ന വരിക.
തക്തുബു തക്തുബു ത്വാലിബത്തു അദ്ദർസ വിദ്യാർത്ഥിനി പാഠം എഴുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ലിസാനിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്കവിടെ പോയി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.